ഒരു കണക്കിന് നന്നായി. ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കേണ്ടല്ലോ. അല്ലെങ്കിൽ എന്തൊക്കെ പൊല്ലാപ്പായനെ. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കും. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ ഒരു പാട്ട് വെക്കുക. എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നമ്മ? വല്ല ട്രാഫിക്കിലും പെട്ടതായിരിക്കും. അവൻ വരും. ഇന്നലെ രാത്രി കൂടി വിളിച്ചു പറഞ്ഞതല്ലേ. ഇതെന്റെ ലാസ്റ്റ് പെണ്ണ് കാണല. ഞാൻ മനസ്സ് കണ്ടതേ മുഖം. ബ്ലൈൻഡ് ആയിട്ട് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ ഓർത്തില്ല. താങ്ക്സ് ടു അകലെ. ഹായ് എലിസബത്ത്, നൈസ് ടു മീറ്റ് യു. ഹൂ ആർ യു? ആരാ? ഞാൻ മറ്റേ ഡേറ്റിംഗ് ആപ്പിൽ ബ്ലൈൻഡ് ഡേറ്റ്. എലിസബത്ത് അല്ലേ? ബ്ലൈൻഡ് ഡേറ്റ് ആക്ച്വലി നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഐ ആം റോഷ്നി. ഇത് അത് തന്നെ അല്ലേ? അതെ, എൻ്റെ പെണ്ണാണൽ ഇവിടെ നടക്കാൻ പോവാ. ആളിപ്പോൾ വരും. ഇയാൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കോ? എടോ സോറി, ഞാനിവിടെ 1.5 മണിക്കൂറായി അരിച്ചു വെറുക്കുന്നു. പെട്ടെന്ന് താനാന്ന് ഓർത്തു പോയി. ഇപ്പോൾ വന്ന തന്നെ. നമ്പർ ഒന്നുമില്ല? അല്ല, കല്യാണ ചെക്കൻ നമ്പറില്ലേ? കല്യാണ ചെക്കനല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ നമ്പറില്ലേ? വിളിച്ചിട്ട് എടുക്കുന്നില്ല. നൈസ്. ഇയാളുടെ പ്ലേസ് എവിടെയാ? ടൊറന്റോ. അയ്യോ സോറി, തൃപ്പൂണിത്തറ. ലീവിന് വന്നയാണല്ലേ? അതെ. ഡൗട്ട് അടിച്ചു, അതാ ചോദിച്ചേ. നിങ്ങള്? ഞാൻ ഒണ്ടാറിയോ. ഒണ്ടാറിയാണോ? അവിടെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. മലയാളീസ് കുറെയുള്ള ഏരിയ അല്ലേ? പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ. അമ്മ അവനെത്തിയോ? എവിടെ? എന്നാ നീ ഇങ്ങ് പോര്. അവിടെ ഇരുന്ന് അറിയാത്ത ആളിനോടൊന്നും മിണ്ടാതെ കണ്ട. ശരി. വരാൻ പോകുന്ന പയ്യൻ പിന്നെ സ്ട്രേഞ്ചർ ആയിരിക്കില്ലല്ലോ അല്ലേ? ഇറ്റ്സ് എ സ്ട്രേഞ്ച് വേൾഡ്, റൈറ്റ്? അകലേക്ക് വേണ്ടി വാങ്ങിച്ചാ? വേണ്ട, സ്ട്രേഞ്ചേഴ്സിനോടൊന്നും വാങ്ങരുത് എന്ന് മാതാശ്രീ പറഞ്ഞിട്ടുണ്ട്. ഓ ശേ, ഇത് വെച്ച് തന്നെ മയക്കിയിട്ട് തന്റെ ക്യാഷ് ഒക്കെ അടിച്ചോണ്ട് പോകുന്ന ഞാൻ വിചാരിച്ചേ. ഓഹോ, ആ പ്ലാൻ പാളിയല്ലോ. എന്നാ കൂടെ നിക്ക്. മാഡം ഓർഡർ പ്ലീസ്. ആള് വന്നില്ല, ഇപ്പൊ വരും. മാഡം ഔട്ട്സൈഡ് ഫുഡ് ഇവിടെ അലൗഡ് അല്ല കേട്ടോ. താങ്ക്സ്. ഇയാളുടെ വീട് എവിടാ? ഞാൻ കോഴിക്കോട്ടായിരുന്നാ, പക്ഷെ ഇപ്പൊ ഇവിടെ ആലുവയില് എന്റെ ഒരു കസിന്റെ വീട്ടിലാ താമസം. കോഴിക്കോട്ടുകാരനാണല്ലേ? ഞാൻ പണ്ട് ഇവിടെ തൃപ്പൂണിത്തറ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2013 എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു എനിക്ക് എഞ്ചിനീയറിംഗിന്റെ. 2013? ഞാനും സെയിം ബാച്ചാണ്. എവിടെയായിരുന്നു എക്സാം സെന്റർ? ഒരു ബോയ്സ് സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ. ആഹാ, ഞാനും എവിടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഏയ്, അതിന് ചാൻസ് ഇല്ല. ഐ മീൻ നമ്മളിങ്ങനെ പാസ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത്. ഏയ്, ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല, അൺഫോർച്ചുനേറ്റ്ലി. സത്യം അറിയാലോ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ ആർക്കും എഴുതുന്ന പോലെ അല്ലേ? ഐ ലവ് ദിസ് കൈൻഡ് ഓഫ് മൂമെന്റ്സ് അല്ലേ? ഓ, ഗേൾസ് ആൻഡ് ഫാന്റസീസ്. അങ്ങനെയും പറയാം. Roshni? Yes? Okay, I'm Jason. Hi, Jason. Hi. ഇതാരാ, ബ്രദറാണോ? അല്ല, ഫ്രണ്ടാണ്. Okay, cool. So, may I? Okay. Okay, താൻ പറ. ഏ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഓ. പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണ്, അറിയാലോ. പക്ഷെ അതുകൊണ്ട് പറയുന്നല്ലോ കേട്ടോ. ഐ എം എ പ്രോഗ്രസീവ് മാൻ. അതിനിപ്പോ പുറത്ത് പഠിക്കണമെന്നുണ്ടോ? റോഷ്നി, അത് റോഷ്നി അധികം ലോകം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ ഐ എം എ ഫെമിനിസ്റ്റ്. Wow, great. So I want to ask you this.
ഓക്കെ. ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു പെഗ് ഒഴിച്ച് തരാണ്. ഞാനൊരു ആൽക്കഹോളിക്കൊന്നും അല്ല കേട്ടോ. പിന്നെ വിൻ്റർ സീസണിലെ തണുത്ത പുലരികൾ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു കുറുമ്പി തരാം. വിളിത്തപ്പെട്ട പോയി കിടക്കുക. ഡു ആ താനിതുവരെ പോയില്ലേ? ഇല്ലടോ, അവള് വന്നില്ല. അല്ല, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഹാ. അപ്പൊ തന്നെ പോയ ആള്? അപ്പ് തന്നെ പോയി. പിന്നെ എന്തൊക്കെയാണ് വെക്കേഷൻ പ്ലാനിങ്? കുറച്ച് ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കണം. പിന്നെ +2 ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിന് പോണം. പിന്നെ ലാലേട്ടന്റെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നെ കാണണം. തനി പ്രവാസികളായാലോ നമ്മള്. അതിന്റെ ഇടയിൽ ഈ ഒരു ടാസ്ക് മാത്രമാണ് സഹിക്കാൻ പറ്റാത്ത. മാതാശ്രീ ഒരേ നിർബന്ധ, ഞാൻ പോരെ നിറഞ്ഞു കിടക്കാണ് അത്ര. ഏത് കാനഡ കിടക്കുന്ന ഞാൻ കാരണം തൃപ്പൂണിത്തറയുള്ള പോരെ നിറഞ്ഞു കിടക്കാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പുറത്തു പോയി പഠിക്കണം, ഡേറ്റ് ചെയ്യണം, നല്ല വൈബിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ കണ്ടെത്തണം. തേങ്ങാ കൊല. അവിടെ നല്ല അടിപൊളി ചുള്ളൻ ചെക്കന്മാർ കിട്ടുമല്ലോ. കിട്ടും കിട്ടും. ആദ്യമൊക്കെ ഭയങ്കര ഷാറുഖ് ഖാൻ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും ബാലൻ കെ നാരാവ്. നിനക്ക് നോക്കുന്നൊന്നില്ല? പിന്നെ അതുകൊണ്ടല്ലേ ഡേറ്റിംഗ് ആപ്പായിട്ട് നടക്കുന്നത്. ഏയ് ഒന്നുമില്ല, മുജ്ജന്മത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പറ്റി ഓർത്തു പോയതാ. മുജ്ജന്മോ? ഇയാൾക്ക് ഉണ്ടായിരുന്നില്ലേ മുജ്ജന്മ ബന്ധങ്ങളൊന്നും? അടുത്ത ജന്മത്തിൽ കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരാള് പോയിട്ടേ ഉള്ളൂ. ആരാ? അവളാ നമ്മുടെ അകലെ. എന്താ പറയുന്ന അവള്? വരാൻ പറ്റാത്തതിൽ സോറി. എന്നിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് ഹേർട്ടായെന്ന്. ഇന്നലെ അവൾ എന്താ പറഞ്ഞേ? അതാ ഞാനും ആലോചിക്കുന്നേ. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തേക്ക് കുട്ടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അതാണ് പോലും. അവക്കെന്താ കുട്ടികൾ വേണ്ടേ? ദേ ഇപ്പോഴാ റിപ്ലൈ വന്നേ. അവക്ക് കുട്ടികളൊന്നും വേണ്ടാന്ന്. അവക്ക് 2 കുട്ടികളുണ്ടെന്ന്. ഫോട്ടോ അയക്കാന്ന്. ഒരു മിനിറ്റ്. അയ്യോ, നീ എന്തൊരു പൊട്ടനാടാ. കുറെ മദാമൻ പറഞ്ഞോട് നടന്നല്ലാണ്ട് ഒരു പെണ്ണിന്റെ നമ്പർ മേടിക്കാറുണ്ടോ? എടാ ഞാൻ ചോദിച്ചതാടാ, പക്ഷെ അവൾക്ക് തരാൻ താല്പര്യമില്ലായിരുന്നടാ. എടാ മണ്ട, ലോകത്തിൽ ഏതെങ്കിലും പെൺപിള്ളേർ ചോദിക്കുമ്പോൾ തന്നെ നമ്പർ എടുത്ത് തരുമോ? അതൊക്കെ അതിൻ്റെ രീതിക്ക് ചോദിക്കണം. എന്നിട്ടെന്താ, ഞാൻ എൻ്റെ കൂടെ കാറി കയറി വന്നു. അടിപൊളി. ബട്ട് ഐ തിങ്ക് ഐ ഫൗണ്ട് ദി വൺ. യു ലോസ്റ്റ് ദ വൺ യു ഗെറ്റ്. എടാ, ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. നിനക്ക് കണ്ട് ഈ ബോളിവുഡ് പടമൊക്കെ കണ്ട് കിളി പോയതാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുമോ? നിന്നോടൊന്നും പറയണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ മഹാന്റെ പേരെങ്കിലും അറിയോ നിനക്ക്? പേര് പോലും ചോദിക്കാതെയാണോ നീ? 2 തവണ കണ്ട 3 തവണ കാണുന്നു. എന്താ? നമ്മളിപ്പോ 2 തവണ കണ്ടില്ലേ, അപ്പിനെ ഒന്നും കൂടെ കാണും. എടോ അത് വേണോ? കണക്ട് ചെയ്യാൻ വേറെ വഴികളില്ലേ? അത് വേണ്ട. ലെറ്റ്സ് സീ. ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലോ? കണ്ടില്ലെങ്കിൽ കാണേണ്ടവരായിരിക്കില്ല. പോട്ടെ. ആ ലെഫ്റ്റ് എടുക്കട്ടാ, അവിടെ ബാറുണ്ട്. ആ ലെഫ്റ്റ് 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 ലെഫ്റ്റ്. നീ എവിടെ പോവാ? ഒരു കണക്കിന് നന്നായി. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടല്ലോ. അല്ലെങ്കിൽ എന്തൊക്കെ പൊല്ലാപ്പായനെ. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കും. അതൊക്കെ വിട്. നീ ഒരു പാട്ട് വെച്ച്. പയ്യെ പോടാ. എടാ പയ്യെ പോടാ. എടാ പയ്യെ പോടാ.
ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിക്കാൻ അങ്ങോട്ടേക്ക്. താരാണിത്, ഓരോരുത്തർ വന്ന് കേറിക്കോളൂ. ഇടി വേണ്ട, നിക്ക്. എടാ പണി പാളിയല്ലോ. എവിടെ നോക്കിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നേ? തനിക്ക് എന്താ കണ്ണു കണ്ടൂടെ? ഇഡിയറ്റ്. സോറി സോറി സോറി. ഹായ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതെ, പറഞ്ഞത് അച്ചിട്ടായി. ആക്സിഡന്റ് മീറ്റപ്പ്. Shall we delete our dating apps together?